Listen here. $3,251 comes between 3,000 and 4,000, right? Here the digit in the tens, hundreds place is 2. It is less than 5. 2 is less than 5. Then it can be round down to 3,000. 3,251 can be round down to 3,000. Okay? Manslayo? Manslayo? Second one. Second number. Sorry, third number. Third one. Look at the third one. 19,731. 19,731. This number comes between 19,000 and 20,000, right? 19,731 comes between 19,000 and 20,000. Here the digit in the hundreds place is 7. Then 7 is greater than 5. 7 is greater than 5. Right? Then we have to round up. Greater than 5 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? Round up to 20,000. Round up to 20,000. Okay? Then fifth one. Fifth one. 9,999. 9,999 comes between 9,000 and 10,000. Right? 9,999 comes between 9,000 and 10,000. Here the digit in the hundreds place is 9. The digit in the hundreds place is 9. The 9 is greater than 5. So we have to round up to the next multiple of 1,000. That is 10,000. So 9,999 is rounded up to 10,000 or round off to 10,000. The process rounding up and rounding down is commonly called as round off. Rounding off. Rounding off എന്നുള്ളതിനെ rounding up എന്നും rounding down എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. മൂന്നും കൂടി കൺഫ്യൂഷൻ ആയി പോകരുത്. ഞാൻ നോട്ട് തരാം. നിങ്ങൾ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. ഓക്കെ? അപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾ സെക്കൻഡ് വൺ, ഫോർത്ത് വൺ, സിക്സ്ത് വൺ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്താ ഏഞ്ചൽ? Missy, the round of following numbers to the nearest thousand at the second one in the 100th അവിടെ 0 വരുന്നത്. അപ്പൊ എന്താ ചെയ്യാ? 0 എന്ന് പറയുന്നത് 5-നേക്കാളും ചെറുതല്ലേ? യെസ് അല്ലേ? 5-നേക്കാളും ചെറുത് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? റൗണ്ട് ഡൗൺ അല്ലേ? അപ്പൊ ഈ നമ്പർ 1086 എന്ന് പറയുന്നത് കംസ് ബിറ്റ്വീൻ 1000 and 2000 അല്ലേ? ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 0 എന്ന് പറയുമ്പോൾ 0 ഈസ് ലെസ് ദാൻ 5. സോ ഇറ്റ് ഹാസ് ടു റൗണ്ട് ഡൗൺ ടു 1000.
മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഹോംവർക്ക് എല്ലാവരും ചെയ്യാം. എന്താ ജോഹാന? മോളെ ഒന്നുകൂടി യൂട്യൂബ് ക്ലാസ് കേട്ടു നോക്ക് കേട്ടോ. ഓക്കെ. എന്തറിയില്ലോ? ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആ എക്സൈസ് 2. എക്സൈസ് 2.5 ബിയില് 4, 5, 6. സിയില് 2, 4, 6. ഓക്കെ. അപ്പൊ ടെക്സ്റ്റ് തന്നെ അതിന്റെ ആൻസർ അതിനടുത്ത് തന്നെ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരാം. അടുത്തൊരു ക്ലാസ് കൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മിസ് എക്സാം ഇടും. ഓക്കെ. ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റം ഉണ്ട്, റോമൻ ന്യൂമറൽസ് ഉണ്ട്. അത് രണ്ടും നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാം. എന്നിട്ട് നമുക്ക് ഒരു ദിവസം എക്സാം വെക്കാം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഈ ചാപ്റ്ററിന്റെ റോമൻ നമ്പേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. കുറച്ചുകൂടി എക്സ്ട്രാ പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? Okay, bye. See you in next class.